ഒരു കിതാബും കൂടി ഞാൻ കാണിച്ചു തരാം, അതിനും കൂടി നിങ്ങൾ മറുപടി പറയേണ്ടി വരും. ഗായത്തുത് തബ്ജീൽ എന്ന ഗ്രന്ഥം കണ്ടില്ലേ? ഗായത്തുത് തബ്ജീൽ വതർഖുൽ ഖത്ഇ ഫിത് തഫ്ദീൽ. നിങ്ങൾ സ്ക്രീനിലേക്ക് നോക്കിക്കോളൂ. ഇവർ കൊണ്ടുവരുന്ന ആളുകളെ കുറിച്ച് നമ്മൾ പ്രത്യേകം പഠിക്കണം. ഇവർ പെട്ട ഒരു പെടല്, വല്ലാത്ത പെടൽ തന്നെയാണ്. ആരാണ് ഗായത്തുത് തബ്ജീൽ വതർഖുൽ ഖത്ഇ ഫിത് തഫ്ദീൽ? ഈ കിതാബ് മഹ്മൂദ് സഈദ് മംദൂഹ് എന്ന് പറഞ്ഞ ആളുണ്ടാക്കിയതാണ്. അടുത്ത പേജ് കാണിക്ക്. ഇതിൽ കാണാം അതിന്റെ ആദ്യത്തിൽ തഖ്രീദുൽ അല്ലാമ അദ്ദാഇ ഇലല്ലാഹ്. ആരാ? സയ്യിദ് ഉമർ ഹഫീദ്. ഉമർ ഹഫീദാണ് ഈ പുസ്തകത്തിന് ആമുഖം എഴുതി പരിശോധിച്ച് സപ്പോർട്ട് ചെയ്ത ഒരാള്. ഇപ്പൊ ഈ തബ്ലീഗിനെ കുറിച്ച് പ്രസംഗിച്ചല്ലോ, ഇവരെ സുഹബക്ക് കൊണ്ടുവന്ന ആള്, അയാളാണ് ഇതിന് തഖ്രീദ് അഥവാ പരിശോധിച്ച് ഇത് റെഡിയാണ് എന്ന് പറഞ്ഞു കൊടുത്ത ആള്. അടുത്ത പേജ് മറിക്ക്. ഇയാൾ ഇങ്ങനെ എഴുതുന്നത് കാണാം. എന്നത് ഞാൻ ആ പ്രത്യേകം മാർക്ക് ചെയ്ത ഭാഗം ഒന്ന് വായിക്കാം. എവിടെ എത്തിവലെന്ന് അറിയാനാണ്. വഅദമി തബ്ദീഇ വതഫ്സീഖി മൻ ഖാല ബിഅഫ്ളലിയത്തി അഹദിഹിം ലിഅംറിൻ റആഹ് വഅന്നഹു ലാ യൻബഗി അൻ യജ്അല ദാലിക സബബൻ ലിൻതിഖാസി ഔ ഹത്തി മൻ ഖാലഫ മാ യറാ لعدم وجود النص القاطع وثبوت عظيم الفضل لكل منهم بالنص الصريح. എന്താ പറഞ്ഞറിയോ? 4 ഖുലഫാഉർ റാഷിദീങ്ങളില്ലേ? മഹാനരായ അബൂബക്കർ സിദ്ദീഖ്, ഉമറുൽ ഫാറൂഖ്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, അലി ഇബ്നു അബീ ത്വാലിബ്. ഇവരെ കുറിച്ച് ഉമർ ഹഫീദ് പറയുകയാണ്, ഇവരിൽ ആരെ വേണമെങ്കിലും ഏറ്റവും അഫ്ളലാണ് എന്ന് പറയാം. അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ തന്നെ പറയണമെന്നില്ല. അലിയാരാണ് ഏറ്റവും ഉഷാറ് എന്ന് പറയാം. വേണമെങ്കിൽ ചിലപ്പോൾ ഉമർ തങ്ങളാണ് എന്നും പറയാം. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ആണെന്ന് പറയാം. എന്നാൽ ഈ പറയുന്ന മുസ്ലിം ജമാഅത്ത് AP സമസ്തന്റെ വാദം എന്താ? ബലവാദം അനുസരിച്ചാണ് എന്റെ ചോദ്യം. നമ്മളതിൽ ഇടപെടണല്ല. ഇവരിവിടെ സിദ്ദീഖ് തങ്ങളാണ് ആദ്യം, പിന്നെ ഉമർ തങ്ങളാണ്, പിന്നെ ഉസ്മാൻ തങ്ങളാണ്, പിന്നെ അലിയാരാണ്. ഈ തർത്തീബിലല്ലാതെ പറഞ്ഞാൽ പറഞ്ഞ ആള് ഷിയയാണ് എന്ന് വാദിക്കുന്ന ആളവര് ഷറൂലഖായി തോന്നിയിട്ട്. എന്നാ ഇവര് സുഹബക്ക് കൊണ്ടുവന്ന ആളെന്താ പറയുന്നത്? ആരെ വേണമെങ്കിലും ഒന്നാമതായി പറയാം, സിദ്ദീഖ് തങ്ങളെ തന്നെ പറയണമെന്നില്ല. ആരാ പറഞ്ഞു? ഉമർ ഹഫീദ് തങ്ങൾ എഴുതുക. അതുകൊണ്ടാണ് പകരാശരി ആകെ ദേഷ്യം പിടിച്ച് ജതുപളകിയത്. അയാൾ ഈ കിതാബ് എടുത്ത് പറഞ്ഞല്ലോ, എന്താ ഇത്? ആരാ ഈ കിതാബ് എഴുതിയത്? ആരാ ആമുഖം എഴുതിയത്? എന്തൊരു ഗ്രന്ഥമാണിത്? കേട്ടോളൂ. അന്ന് അദ്ദേഹത്തിന്റെ ആ ചൂടൊന്ന് കേൾക്കാൻ നിങ്ങൾക്ക്. ഇതേ വിഷയം ഇമാം ഇറാഖി അവിടുത്തെ അൽഫിയയിൽ പറഞ്ഞിട്ടുണ്ട്. ഇതേ വിഷയം ഇമാം സഖാഫി ഫതുൽ മുഗൈഫിൽ പറഞ്ഞിട്ടുണ്ട്. ഖാല ശാഫിഈ എന്ന് പറഞ്ഞിട്ട് അജ്മഅ അൽ ഉമ്മത്തു എന്നോ അല്ലെങ്കിൽ അതിന്റെ അടുത്തുള്ള പ്രയോഗത്തിൽ അജ്മഅ, ഇതിൽ ഇജ്മാ ആകുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ് ഏറ്റവും വലിയ മഹാൻ, ഉമർ റളിയല്ലാഹു അൻഹു ആണ് അടുത്ത മഹാൻ. ഈ രണ്ട് മഹത്വത്തെ ചോദ്യം ചെയ്തുകൊണ്ട് സഹാബികൾ 4 പേരും ഈ 4 പേരും ഒരേ സ്റ്റേജുകാരാണ് എന്ന് വിശ്വസിക്കലാണ് നല്ല വിശ്വാസം എന്ന് പറഞ്ഞുകൊണ്ട് ഗായത്തുത് തബ്ജീൽ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വൃത്തികെട്ട ഗ്രന്ഥം ഒരു മനുഷ്യൻ എഴുതിയിട്ടുണ്ട്. അതിനിക്ക് അവതാരിക എഴുതിയവരുടെ പേര് ഞാനിവിടെ പറഞ്ഞാൽ സങ്കടമായി പോകും. അത്രയും വേദനയിലുണ്ട് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ. ആ പുസ്തകം ഒന്ന് എടുത്തു നോക്കുക. ഇത് ഈ ശബ്ദം എവിടെങ്കിലും കേട്ടാൽ ആ പുസ്തകം എടുത്ത് ഞാൻ പറഞ്ഞത് ശരിയാണോ അല്ലേ എന്ന് നോക്കുക. അള്ളാഹുവിന്റെ റസൂലിന്റെ ശേഷം സിദ്ദീഖ് തങ്ങളാണ് ഏറ്റവും ഉയർന്നവരെന്ന് ഇമാം ശാഫിഈ തങ്ങൾ പറയുന്നു. അയിമ്മത്ത് മുഴുവനും പറയുന്നു. അശ്അരി, മാതുരീദി, അശായിറത്ത് മുഴുവനും പറയുന്നു. ഒരാളും അതിന്റെ എതിരിൽ പറഞ്ഞിട്ടില്ല. എന്നിട്ട് പറയാ തഫ്ളീലിനെ ഒഴിവാക്കലാണ് ഗായത്തുത് തബ്ജീൽ ഏറ്റവും വലിയ ബഹുമാനം. എന്നിട്ട് ആ ഗ്രന്ഥത്തിന്റെ ഉള്ളിൽ അങ്ങ് വായിച്ചാൽ
സുബ്ഹാനല്ലാഹ്, ചീഞ്ഞളിഞ്ഞ എന്തെല്ലാം കാര്യങ്ങളാണ് അതിൽ പറയുന്നതിന്റെ ഓരോന്നിനും അക്കമിട്ട് മറുപടി പറയാൻ മുഹമ്മദിന് കഴിയും. പിന്നല്ലേ പണ്ഡിതന്മാർ അതിലുള്ള ഓരോ വാക്കുകളിൽ പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞു കാണാം, ഷിയ എന്ന് പറയുന്നത് തെറ്റല്ല, ഷിയ എന്ന് പറയുന്നത് നല്ല കാര്യമാകുന്നു. മഹ്മൂദുൻ അത്തശയ്യു മഹ്മൂദ്. സുബ്ഹാനല്ലാഹ്, നല്ലത് പിരിച്ചുവിടലാനി.